നമസ്കാരം. അഫോറിസംസ് ഓൺ ലൈഫ് എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് നല്ല ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത്. ഞാൻ ആദ്യം ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സർവേ ജനാഹ സഫലതാം ആപ്തും യോഗ്യാഹ സമർത്ഥ ച. എല്ലാ മനുഷ്യർക്കും ജീവിത വിജയത്തിന് അർഹതയുണ്ട്. എല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ് ജീവിതത്തിന്റെ വിജയം. ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ജീവിത വിജയത്തിന് പൊതുവിൽ നമ്മൾ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാവാം, പദവിയുടെ അടിസ്ഥാനത്തിലാവാം, പ്രശസ്തിയുടെ അടിസ്ഥാനത്തിലാവാം, അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാവാം. അങ്ങനെയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ പ്രാപിക്കുമ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്ന് നമുക്ക് പൊതുവെ ധരിച്ചു പോകാം. പക്ഷേ ഇതിനെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലേ വിജയിക്കാൻ പറ്റൂ. ഓരോരുത്തരുടെയും വിജയം അനന്യമാണ്, യുണീക്കാണ്. അപ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഇതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ജീവിതത്തിൽ അല്ലെങ്കിൽ ആദ്യം ഒരാൾ നേരിടുന്ന വെല്ലുവിളി സ്കൂൾ തന്നെയാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി സ്കൂളാണ്. സ്കൂളിലെ പഠനത്തിൽ അയാൾ എത്രത്തോളം മികവ് കാണിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അയാൾക്ക് ഒരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഒരു 10 ശാസ്ത്രജ്ഞന്മാരെടുത്താൽ അതിൽ ആദ്യത്തെ 5-ൽ തന്നെ പെടുന്ന ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പാടിപ്പതിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, അദ്ദേഹം സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്തു, അദ്ദേഹത്തെ പുറത്താക്കി എന്നൊരു വെർഷൻ ഉണ്ട്. അപ്പൊ അതിങ്ങനെയാണ്, ഇദ്ദേഹം ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് അധ്യാപകരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി അവർക്ക് ഉണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിലെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പലർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ന്യൂയിസൻസ് ആണ് എന്ന് അവർക്ക് തോന്നുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പഠന രീതിയൊക്കെ വളരെ പെക്യൂലിയർ ആയിരുന്നത് കൊണ്ട് ഇദ്ദേഹം പഠിക്കാൻ യോഗ്യനല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സ്കൂൾ അധികൃതർ എത്തിയത്. എന്തായാലും ശരി, ഇവർ അദ്ദേഹത്തിന്റെ അമ്മയെ വിവരം അറിയിച്ചു. എന്നിട്ട് ഒരു കത്ത് മുഖേനയാണ് അമ്മയ്ക്ക് ഈ വിവരം കൈമാറിയത്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ അമ്മയോട് ചോദിച്ചു, എന്താണ് കത്തിലുള്ളതെന്ന് ചോദിച്ചു അമ്മയോട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ക്ലാസ്സിൽ വളരെയധികം മിടുക്ക് കാണിക്കുന്നു. നിന്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവിടുത്തെ അധ്യാപകർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തുടർന്ന് നീ അത്രയും മിടുക്കനായ ഒരു കുട്ടിക്കുള്ളതല്ല ആ സ്കൂള്. അതുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് മാറി വീട്ടിലിരുന്ന് പഠിച്ചോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ അമ്മ പറഞ്ഞത്. അമ്മയും ഒരു സ്കൂൾ ടീച്ചറാണ്. തുടർന്ന് അമ്മയാണ് വർഷങ്ങളോളം തോമസ് ആൽവ എഡിസനെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മ ഒരു ആത്മവിശ്വാസത്തിന്റെ കലവറയായിരുന്നു. തോമസ് ആൽവ എഡിസനെ ഇത്രയും ആത്മവിശ്വാസമുള്ളവനാക്കി തീർത്തത്, അതല്ലെങ്കിൽ 10,000-കണക്കിന് പരീക്ഷണങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടിട്ടും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഒക്കെ തോന്നാൻ കാരണം ഇദ്ദേഹത്തിന്റെ അമ്മയാണ്. ഇദ്ദേഹത്തിന്റെ വിജയത്തിന് പുറകിലുള്ളത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെയൊക്കെ കാലശേഷം ഒരുപാട് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ കത്ത് കിട്ടുകയുണ്ടായി. പഴയ രേഖകൾ പരിശോധിക്കവേ അമ്മയ്ക്ക് സ്കൂൾ അധികൃതർ എഴുതി കൊടുത്ത കത്ത്. അപ്പൊ ഈ കത്തെടുത്ത് തോമസ് ആൽവ എഡിസൺ വായിച്ചു നോക്കി. അപ്പോഴാണ് സത്യാവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായത്. നിങ്ങളുടെ കുട്ടി മെന്റലി റിട്ടാർഡഡ് ആണ്, ഇയാൾക്ക് പഠിക്കാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് ഇയാളെ ഞങ്ങൾ പുറത്താക്കുന്നു. ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. അപ്പൊ ഈ കത്ത് വായിച്ച് തോമസ് ആൽവ എഡിസൺ ഒരുപാട് കരഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ ഒരു വെർഷൻ വായിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കത്തിലുള്ള വിവരം അതേപടി എഡിസൺ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ അന്ന് തകർന്നു പോകുമായിരുന്നു. അങ്ങനെ തകർന്നു പോകേണ്ടിയിരുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവന്നത് അമ്മയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. അമ്മ ആ കത്ത് വായിച്ചു നോക്കിയിട്ട് മകനോട് പറഞ്ഞത്, നീ അവിടുത്തെ ഏറ്റവും മികച്ച കുട്ടി ആയതുകൊണ്ട് നിനക്ക് ആ സ്കൂള് മതിയാവുകയില്ല.
അതുകൊണ്ട് നമുക്ക് അവിടുന്ന് പോരാം എന്ന് പറഞ്ഞിട്ട് അവനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. നമ്മള് അതാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോലും ഒരു ജീവിതത്തിലെ പരാജയം പോലും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ളത് ആയിരിക്കണം എന്ന ഒരു ദീർഘദർശനാണ് ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, എന്റെയും ലക്ഷ്മിയുടെ ഒരു സുഹൃത്തുണ്ട്, ജോബി മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ജോബി മാത്യു 60% അദ്ദേഹത്തിന് ഡിസബിലിറ്റി ഉണ്ട്. അരയ്ക്ക് താഴോട്ട് അദ്ദേഹത്തിന് ഏതാനും ഇഞ്ചുകൾ മാത്രമാണ് കാലിന് നീളം. അരയ്ക്ക് മുകളിലോട്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം കുട്ടിക്കാലത്ത് കാലുകൾ ഇല്ലാത്തത് കൊണ്ട് കൈകൊണ്ട് കുത്തിച്ചാടിയാണ് നടക്കുന്നത്. നേരെ നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അപ്പോ നാട്ടുകാർക്കും സ്കൂളിലും എല്ലാം ഇദ്ദേഹം ഒരു ദയനീയ കഥാപാത്രമോ പരിഹാസ കഥാപാത്രമോ ആണ്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സഹാനുഭൂതിയോടുകൂടി നോക്കും. യാതൊരു പ്രവൃത്തിയും ഇല്ലാത്ത കേവലമായ സഹാനുഭൂതിയോടുകൂടി ഇദ്ദേഹത്തെ നോക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കും. പക്ഷെ ഈ അമ്മ, ജോബി മാത്യുവിന്റെ തന്നെ വാക്കുകളാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഈ അമ്മയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഊർജം. ലോകത്തിൽ ഇദ്ദേഹത്തെ പരിഹസിക്കാത്ത, ഇദ്ദേഹത്തിനോട് സഹാനുഭൂതി കാണിക്കാത്ത ഒരേ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു, ജോബി മാത്യുവിന്റെ അമ്മയായിരുന്നു. അമ്മ എന്നും മന്ത്രം പോലെ ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും, നീ ലോകത്തിലെ ഏറ്റവും മിടുക്കനാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്. നീ എല്ലാവരെയും പോലെ അല്ല, അത് സത്യമാണ്. കാരണം നീ എല്ലാവരെക്കാളും മിടുക്കനാണ്, നീ പ്രത്യേകതയുള്ളവനാണ്, നീ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നിന്നിൽ ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ട് നിന്റെ കഴിവുകളിലേക്ക് നീ ഒരിക്കലും നോക്കരുത്, കാലുകളിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്റെ ശരീരത്തിൽ ഒരുപാട് കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആ നിധിയിലേക്ക് വേണം നീ നോക്കാൻ. ഇങ്ങനെ ഈ അമ്മ താരാട്ടിനൊപ്പം എന്ന പോലെ മന്ത്രം പോലെ ഇത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി തലത്തിലേക്ക് എത്തിയപ്പോൾ ഈ ജോബി മാത്യു ഒരു ആത്മവിശ്വാസത്തിന്റെ ഉരുക്ക് കോട്ടയായി തീർന്നു. ഇദ്ദേഹം കോളേജിൽ ചെല്ലുമ്പോഴും പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ അഡ്മിഷൻ നേടുമ്പോഴും ഒക്കെ ഇദ്ദേഹത്തിന് പരിഹാസങ്ങളും എതിർപ്പും നേരിടേണ്ടി വന്നു. പക്ഷെ അവിടെയൊക്കെ അല്പം പോലും അദ്ദേഹം പതറാതെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. തന്റെ മേഖലകൾ കണ്ടെത്തി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, തന്റെ കൈകൾക്ക് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ കരങ്ങൾ തന്റെ കൈകളാണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. തനിക്ക് കാലുകളില്ല എന്നുള്ളതല്ല അദ്ദേഹം കണ്ടെത്തിയത്, അത് ലോകം പറഞ്ഞു കൊടുത്തതാണ്, നിനക്ക് കാലുകളില്ല. പക്ഷെ ജോബി കണ്ടെത്തിയത് എന്താണ്? എനിക്ക് കൈകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. തനിക്ക് കാലില്ല എന്ന് ലോകം പറയുമ്പോൾ അത് വിശ്വസിക്കണോ, അതോ തന്റെ അമ്മ പറഞ്ഞ പോലെ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളുടെ കലവറകൾ കണ്ടെത്തണമോ? അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയത് തന്റെ കൈകൾക്ക് മറ്റൊന്നിനുമില്ലാത്ത ആനയുടെ തുമ്പിക്കൈ പോലെ കരുത്തുറ്റ 2 കരങ്ങൾ തനിക്കുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിലാണ് അദ്ദേഹം ആം റെസ്ലിംഗ് പരിശീലിക്കാൻ തുടങ്ങിയത്. ആം റെസ്ലിംഗ് പരിശീലിച്ച് അപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു, സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആം റെസ്ലിംഗിൽ പോലും അദ്ദേഹത്തിന് കാലുകളുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഓരോ പരീക്ഷണങ്ങളെ അദ്ദേഹം അതിജീവിച്ച് പൊരുതുന്നവർക്കേ സഹായം കിട്ടൂ. നമ്മൾ പൊരുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ സഹായം കിട്ടൂ. പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പുറകിൽ നിന്ന് സഹായിക്കുക എന്നുള്ളതാണ് എളുപ്പം. നമുക്ക് ലോകം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സഹായം നമ്മൾ ഡിസർവ് ചെയ്യണം, നമ്മൾ ഏൺ ചെയ്യണം. അങ്ങനെ ഡിസർവ് ചെയ്യണമെങ്കിൽ, ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ മാറി നിൽക്കരുത്, നമ്മൾ കയറി നിൽക്കണം, നമ്മൾ പൊരുതി കയറണം, കയ്യിലുള്ളത് വെച്ച് പൊരുതണം. ജോബി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിന് ഇല്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം ഈ നിമിഷം വരെ പരാതി പറഞ്ഞിട്ടില്ല, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളത് അത് നമുക്ക് ആർക്കും ഇല്ല. അദ്ദേഹത്തിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആനയുടെ തുമ്പിക്കൈ പോലെയാണ്. അപ്പൊ അദ്ദേഹം പൊരുതി കയറിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് പല പല കോണുകളിൽ നിന്നും സഹായം എത്തി. ഒടുവിൽ അദ്ദേഹം എവിടെ എത്തി? അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ 2015 മറ്റോ സ്പെയിനിൽ വെച്ച് നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ആം റെസ്ലിംഗിന്റെ അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതല്ല, കോമൺ ആയിട്ടുള്ള ആം റെസ്ലിംഗിൽ, സ്പെയിനിൽ വെച്ച് നടന്ന ആം റെസ്ലിംഗിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടി.
പിന്നീട് അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പിക്സിലും പങ്കെടുത്ത് സ്വർണം നേടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒളിമ്പ്യനുമാണ് ഒരർത്ഥത്തിൽ. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം എല്ലാവരോടും മത്സരിച്ച് കോമൺ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ മത്സരിച്ച് ലോക ചാമ്പ്യനായി മാറി എന്നുള്ളതാണ് ആം റെസ്ലിംഗിൽ. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ലോകത്ത് ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതിഭയാണ്. ആ അമ്മയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ, തന്റെ മകനെ ശപിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്ന ഒരു അമ്മയാണ്, തളർന്നു പോകുന്ന ഇടറിപ്പോകുന്ന ഒരു അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ജോബിയെ നമ്മൾ ഇന്ന് അറിയില്ല. ജോബി അറിയപ്പെടാനേ പോകുന്നില്ല. അമ്മയാണ്. അമ്മ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, ജോബി നിനക്ക് കാലുകൾ വയ്യ, നീ സൂക്ഷിക്കണേ. അങ്ങനെ ഭയപ്പെടുത്തിയിട്ടേ ഇല്ല. പകരം ആത്മവിശ്വാസം നിറച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരമ്മയുടെ, ഒരച്ഛന്റെ, ഒരു അധ്യാപകന്റെ കടമയും ധർമ്മവുമാണ് കുട്ടികളിൽ ആത്മവിശ്വാസം നിറച്ചു കൊടുക്കുക. നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളൊരു അച്ഛനാണെങ്കിൽ, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ഇത് നിർബന്ധമായും ഇത് മാത്രം ചെയ്താൽ മതി. അവൻ നാളെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു വന്നോളും. ആത്മവിശ്വാസം അടിസ്ഥാനപരമായി കൊടുക്കുക. അവിടെ നമ്മൾ ഒരിക്കലും അയാൾക്ക് ഒരു തമാശ രൂപേണ പോലും അയാളെ നമ്മൾ താരതമ്യം ചെയ്യുകയോ അയാളുടെ കഴിവുകേടുകളെ പെരുപ്പിച്ച് കാണിക്കുകയോ അയാളെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല എന്ന് പറയുകയോ നമ്മുടെ നാവിൽ നിന്നുണ്ടാവരുത്. ഒരിക്കൽ പോലും അങ്ങനെ പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അമ്മയായാലും, നിങ്ങളൊരു അച്ഛനായാലും, നിങ്ങളൊരു അധ്യാപകനായാലും നിങ്ങളൊരു ഫെയില്യൂറാണ്, പരാജയമാണ്. ഒരു കുട്ടിയോട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരു കാരണവശാലും പറയരുത്. ആ കുട്ടി നന്നാവുകയില്ലെന്നോ, ആ കുട്ടിക്ക് കഴിവുകളില്ലെന്നോ, ആ കുട്ടി മുന്നോട്ട് പോവുകയില്ലെന്നോ, എത്ര ശ്രമിച്ചാലും മുന്നോട്ട് വരികയില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പരാജയമാണ്. ഡെഫിനറ്റ്ലി ഒരു പരാജയമാണ്. പക്ഷെ ഇവിടെ എഡിസൺ അല്ലെങ്കിൽ ജോബി, ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെയും ആത്മവിശ്വാസം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നത് അവരുടെ അമ്മമാരാണ്. ഫോറസ്റ്റ് ഗംപ് എന്നുള്ള സിനിമയില്, ടോം ഹാങ്സ് അഭിനയിച്ച സിനിമയില് ഫോറസ്റ്റിനെയും മുമ്പോട്ട് കൊണ്ടുവരുന്നത് അവന്റെ അമ്മയാണ്. അവനെ ഓടാൻ പ്രേരിപ്പിക്കുന്നതും അവന്റെ കഴിവുകളിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നതൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മ ഒരു നമ്മളുടെ ഒരു കുതിപ്പിനുള്ള അടിത്തറയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അമ്മ ഒരു റിയാലിറ്റിയാണ്. അമ്മയുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അത്തരം ഒരു ശക്തി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പ്രകൃതി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ നന്നാവും എന്ന് പറഞ്ഞാൽ അയാൾ നന്നായിരിക്കും, ഒരാൾ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നം വരും. 100 തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കുക, ഒരിക്കൽ പോലും ഒരു ശാപവാക്കുകൾ അല്ലെങ്കിൽ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് നമ്മുടെ കുഞ്ഞിന് നേരെ ഉണ്ടാവരുത്. അപ്പോ ഇതാണ് വിജയം. എല്ലാ മനുഷ്യർക്കും വിജയം പ്രാപിക്കാൻ സാധിക്കും, പക്ഷെ അവരുടെ രീതിയിൽ പോകണം എന്ന് മാത്രം. അവരുടെ കഴിവുകളെ കണ്ടറിഞ്ഞ് വികസിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രം അവർക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാതെ എല്ലാവരും ഒരു സ്ഥലത്ത് ചെല്ലാനല്ല പറയുന്നത്, അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോയി ജയിക്കാനാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരിടത്തുനിന്ന് പരാജയപ്പെട്ട് പിന്മാറുകയാണെങ്കിൽ പോലും, ഒരിടത്തുനിന്ന് നമുക്ക് മാറേണ്ടി വന്നാൽ പോലും അത് മാറുന്നതിനൊരു രീതിയുണ്ട്. അത് പഠിക്കണമെങ്കിൽ SSB, ഇപ്പോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു വിങ് ആണ് SSB എന്ന് പറയുന്നത്, സർവീസ് സെലക്ഷൻ ബോർഡ്, അങ്ങനെ എന്തോ. നമ്മുടെ ആംഡ് ഫോഴ്സസിലേക്കുള്ള ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് SSB വഴിയാണ്. നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് SSBയുടെ പരീക്ഷകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രിലിമിനറി ഉണ്ട്, മെയിൻ ഉണ്ട്, പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇത് മൂന്നും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പ്രിലിമിനറി തന്നെ വളരെ കഠിനം. പ്രിലിമിനറി ജയിച്ചു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത് ജയിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവിന്റെ ഒരു മെയിൻ ഉണ്ട്. സാധാരണ ഇത് രണ്ടും ഉണ്ടാവാറുള്ളൂ കേന്ദ്ര സർക്കാരിലേക്ക്. പക്ഷെ ഇത് ആംഡ് ഫോഴ്സസ് ആയതുകൊണ്ടും ഓഫീസർ ഗ്രേഡ് ആയതുകൊണ്ടും ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂറോ 1 മണിക്കൂറോ മാത്രമുള്ള സാധാരണ ഒരു ഇന്റർവ്യൂ അല്ല. 5 ദിവസം നമ്മൾ അവിടെ താമസിക്കണം. ഏതാണ്ട് IAS-ന് ഇക്വലന്റ് ആണ്. 5 ദിവസം നമ്മൾ അവിടെ താമസിക്കണം. 5 ദിവസം താമസിച്ച് പല പ്രകാരത്തിൽ നമ്മുടെ ബുദ്ധി അളക്കും, നമ്മുടെ വൈകാരികത അളക്കും, നമുക്ക് എത്ര പെട്ടെന്ന് റിഫ്ലെക്സ് ഉണ്ടെന്ന് അളക്കും. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മുടെ മാനസികമായി എന്തെങ്കിലും നമുക്ക് തകരാറുണ്ടോ, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നമ്മളെ കൊണ്ട് ആംഡ് ഫോഴ്സസിന് ഗുണം ഉണ്ടാവുമോ, ഇങ്ങനെ 5 ദിവസം അവരുടെ കയ്യിലാണ് നമ്മളെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അവർ കൊണ്ടുപോകും.
100 പേരിൽ 10ൽ താഴെ ആൾക്കാർ മാത്രമായിരിക്കും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക. ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? അവർ 5 ദിവസം അല്ലെ, അവർ പ്രിലിമിനറി പാസ്സായി, മെയിൻ പാസ്സായി, 5 ദിവസം ഇവിടെ വന്ന് ഓരോരുത്തരും മിടുക്കരാ, അതിനകത്തൊരു സംശയം വേണ്ട. പ്രിലിമിനറിയും മെയിനും പാസ്സായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ അങ്ങേയറ്റം ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ള 100 പേരിൽ 10 പേരെ മാത്രം തിരഞ്ഞെടുത്ത് 90 പേരെ നമുക്ക് ഔട്ടാക്കണം. എന്ത് ചെയ്യും? 5 ദിവസം കഴിഞ്ഞ് അവരോട് പറയാണ്, നിങ്ങൾ ഔട്ടായി, 10 പേർ പാസ്സായി, ബാക്കിയുള്ളവർ നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്നല്ല അവർ പറയുന്നത്. അവർ പറയുന്നത്, അത് സൈക്കോളജിക്കലായിട്ടാണ് അവരുടെ അപ്രോച്ച്. നിങ്ങൾക്ക് നിങ്ങൾ ഇതിന് ഫിറ്റ് അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഒരു നല്ല പെബിൾ, റൗണ്ട് ഷേപ്പ്ഡ് പെബിൾ ആണ്. അപ്പൊ നിങ്ങളെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം, സ്പേസ് ആംഡ് ഫോഴ്സസിന് ഇല്ല. നിങ്ങളുടെ കഴിവുകൾ മറ്റു മേഖലകളിലേക്കാണ്. ആ മേഖലകൾ കൂടി അവർ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവർ പറയും, ഇവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്നും കൂടെ അവർ പറഞ്ഞു തരും. ഒന്ന് TN ശേഷൻ. TN ശേഷൻ SSB പരീക്ഷ എഴുതി ഡ്രോപ്പ് ഔട്ട് ആയ ആളാണ്. ഏത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ ആരായി മാറി? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറി. TN ശേഷൻ വന്നതോടുകൂടിയാണ് അത്തരം ആ സ്ഥാനത്തിന് ഇത്രയധികം ഒരു അധികാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. TN ശേഷൻ. മറ്റൊരാൾ APJ അബ്ദുൽ കലാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, APJ അബ്ദുൽ കലാം അങ്ങനെ ഒരു പട്ടാളക്കാരനായി തീർന്നിരുന്നെങ്കിൽ, ആരോരും അറിയപ്പെടാത്ത ഒരു സാധാരണ പട്ടാള ഓഫീസറായി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചാണ്. 20 വർഷത്തെ സർവീസ് കഴിഞ്ഞ് പെൻഷനും വാങ്ങി അദ്ദേഹത്തിന് തിരിച്ചു വരാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സർക്കാരിൽ അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടും. അങ്ങനെ ആ 2 ജോലിയും, ഒരു ജോലിയുടെ ശമ്പളവും മറ്റേ ജോലിയുടെ പെൻഷനുമായിട്ട് അദ്ദേഹത്തിന് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് മുമ്പോട്ട് പോകാൻ അദ്ദേഹം മരിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മുടെ നാടിനുണ്ടാകുന്ന ആ വലിയ നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. APJ അബ്ദുൽ കലാം ആംഡ് ഫോഴ്സസിൽ വരേണ്ട ആളല്ല. ആംഡ് ഫോഴ്സസിന് കരുത്തു കൊടുക്കാൻ, അതിന് പുറത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, APJ അബ്ദുൽ കലാം നമുക്കൊരു സാധാരണ ഒരു പട്ടാള ഓഫീസർ ആവുന്നതാണോ അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്, അതോ അദ്ദേഹം പുറത്തു നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് മിസൈൽ ടെക്നോളജി വികസിപ്പിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈലുകളുടെ പിതാവാണ് അദ്ദേഹം. മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവാണ് അദ്ദേഹം. പാകിസ്ഥാനെയും ചൈനയൊക്കെ പ്രതിരോധിക്കാവുന്ന തലത്തിലേക്ക് നമുക്ക് ആത്മവിശ്വാസം നൽകിയത് ഈ മിസൈലുകളാണ്. ആ മിസൈലുകളെല്ലാം തന്നെ പൃഥ്വി, അഗ്നി, അങ്ങനത്തെ നാഗ്, ആന്റി ടാഗ് മിസൈലായ നാഗ്, ഇങ്ങനെയുള്ള ധാരാളം മിസൈലുകൾ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. K19 അങ്ങനെ എന്തോ ഒരു മിസൈലുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. സാഗരിക, ധനുഷ്, അങ്ങനെ ധാരാളം. അപ്പം അവിടുന്ന് അദ്ദേഹം ഡ്രോപ്പ് ഔട്ട് ആയെങ്കിലും മറ്റൊരിടത്ത് അദ്ദേഹം വൻ വിജയമാണെന്ന് തെളിയിച്ചു. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും, ഇവിടുന്ന് പുറത്തു പോയവര് TN ശേഷനുണ്ട്, APJ അബ്ദുൽ കലാം ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ട്. ആലോചിച്ചൊക്കെ, ഷാറൂഖ് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ ഒരു പട്ടാളക്കാരനായിട്ട് ജീവിച്ച് തിരിച്ച് പെൻഷൻ പറ്റി, അടുത്തൂൺ പറ്റി വീട്ടിൽ വന്നിരുന്നിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഷാറൂഖ് ഖാൻ, അതുപോലെ അമിതാഭ് ബച്ചനൊക്കെ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ? പക്ഷെ ഇന്ന് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്, അല്ലേ? നമുക്ക് ഇന്ത്യയിലെ ഒരു പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് മനുഷ്യരെ എടുത്താൽ അതിലൊന്ന് അമിതാഭ് ബച്ചനായിരിക്കും. അപ്പൊ ഇതുപോലെയാണ് ഡ്രോപ്പ് ഔട്ട് ആവേണ്ടത്. അവരോട് പുറത്തു പോകാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് അവരോട് പറയേണ്ടത്. ആത്മവിശ്വാസത്തെ തൊടാൻ, ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ തൊട്ട് കളിക്കാൻ മറ്റൊരു മനുഷ്യന് യാതൊരു അവകാശവുമില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അമ്മയും അച്ഛനും അവന്റെ അധ്യാപകരുമാണ്. നാളെ ഒരിക്കലും ഇവന്റെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള ആ പരിശീലന കളരിയായിരിക്കണം അവന്റെ വീട് എന്ന് പറയും. അതിന് വേണ്ടത് അവന്റെ കഴിവുകളെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മാതാവായാലും പിതാവായാലും അധ്യാപകനായാലും ചെയ്യുന്നത്. അതല്ലാതെ അവന്റെ അതിലേക്ക് ഫോക്കസ് ആയി അവിടെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്ഥാപിക്കലല്ല ഒരു അച്ഛന്റെയോ അമ്മയുടെയോ അധ്യാപകന്റെയോ കടമ. അവന്റെ കഴിവുകൾ ഏതെന്ന് മെനക്കെട്ടിരുന്ന് കണ്ടുപിടിക്കണം. എളുപ്പമൊന്നുമല്ല. കഴിവുകേട് പെട്ടെന്ന് വെളിപ്പെടും. കഴിവ് കണ്ടെത്തുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നല്ല ക്ഷമ വേണം, സ്നേഹം വേണം, കാര്യക്ഷമത വേണം,
എല്ലാം വേണം. ഒരു റിയൽ പേരന്റിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കഴിവുകേട് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാത്തിലൊന്നും കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവുന്നത് അവരുടെ ലിമിറ്റേഷൻ ആയിരിക്കും. അവരുടെ പോസിബിലിറ്റി, അവരുടെ സാധ്യത എന്ന് പറയുന്നത് കണ്ടെത്തുക തന്നെ വേണ്ടി വരും. ഒരു പേരന്റിന്റെ പ്രാഥമികമായ കടമ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും വിജയം എല്ലാവർക്കും അവരുടെ ജന്മാവകാശമാണ്. സക്സസ് എന്ന് പറയുന്നത്, സഫലത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ജന്മാവകാശമായിട്ടുണ്ട്. അവരവരുടെ മേഖലകൾ കണ്ടെത്തി അതിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. തുടർന്ന് പറയുന്നത് യസ്മാത് സ്വതന്ത്രത മനുഷ്യജന്മനോ വിശേഷത. ഇത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും വിജയം പ്രാപിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വിജയം സാധ്യമാണ്. എന്താണ് ഇങ്ങനെ പറഞ്ഞാലുള്ള അർത്ഥം? എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ പാശ്ചാത്യ നാടുകളിൽ അൽബേർ ക്യാമു ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മാൻ ഈസ് കഴ്സ്ഡ് ടു ബി ഫ്രീ എന്നാണ് അദ്ദേഹം. മനുഷ്യൻ സ്വതന്ത്രനാകാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷേ അത് കഴ്സ്ഡ് ആണ്, അതൊരു ശാപമാണ്. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് കുറച്ച് സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ സ്വതന്ത്രമായി ചിന്തിക്കാനും വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതെന്താണ്? അതൊരു ശാപമാണ്, അതൊരു കഴ്സാണ്. അതേസമയം പൗരസ്ത്യ നാട്ടില് ആത്മീയമായ ദൃഷ്ടിയിൽ മാൻ ഈസ് ബ്ലെസ്ഡ് ടു ബി ഫ്രീ എന്നാണ് പറയുന്നത്. മനുഷ്യൻ സ്വതന്ത്രനാവാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ സ്വാതന്ത്ര്യം എന്നത് ഒരേ സമയം അനുഗ്രഹമാണ്, അതേസമയം അത് ശാപമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മൃഗത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു മൃഗത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? പുണ്യം ചെയ്യാനും സാധിക്കുകയില്ല. ഒരു മൃഗത്തിന് അത് മാത്രമായി ഇരിക്കാനേ സാധിക്കൂ. അതിനോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് എതിർ ദിശയിലേക്ക് പോകാനോ അത് തിരുത്താനോ അത് തെറ്റിക്കാനോ അത് ശരിയാക്കാനോ ഒന്നിനുമുള്ള സ്വാതന്ത്ര്യം ഒരു മൃഗത്തിനില്ല. 10,000 വർഷം മുമ്പുള്ള കുരുവിയും ഒരു കൂട് പണിയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ആ കുരുവി ആ കൂട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000 വർഷം മുമ്പ് ജീവികളുടെ ജീവിത ഏടെടുക്കുകയാണെങ്കിൽ, അതിന്റെ ഓരോ ഘട്ടം എടുക്കുകയാണെങ്കിൽ, അത് ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ആയി തീരണമോ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തില്ല? സ്വാതന്ത്ര്യമില്ല, തിരഞ്ഞെടുപ്പുകളില്ല, മികച്ചതാക്കലോ മോശമാകലോ ഇല്ല. അതൊരു സ്റ്റാൻഡേർഡ് ആണത്. അത് പ്രകാരം അത് മുമ്പോട്ട് പോകും. അത് പക്ഷികളായിക്കൊള്ളട്ടെ, മൃഗങ്ങളായിക്കൊള്ളട്ടെ, ഉരകങ്ങളായിക്കൊള്ളട്ടെ, മത്സ്യങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെയായാലും അവർക്ക് ഒരു കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഈ മൃഗം ഈ സീസണിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റും. അത്തരം പ്രവചനങ്ങളെ തെറ്റിക്കുന്ന ഒരേ ഒരു ജീവിയെ ഇന്ന് ഭൂമിയിലുള്ളൂ. ഒരു തരത്തിലും പ്രവചിക്കാൻ സാധിക്കാത്ത, ഒരു തരത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്ത, ഒരു തരത്തിലും നമുക്ക് എഴുതി തള്ളാൻ സാധിക്കാത്ത ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനാണ്. മനുഷ്യൻ തന്റെ മുമ്പുള്ള മനുഷ്യർ ജീവിച്ചതുപോലെ മാത്രം ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് തെറ്റിപ്പോകും. തന്റെ മുമ്പ് ജീവിച്ചിരുന്നവരുടെ ചില കാര്യങ്ങളെ അവൻ തിരുത്തിയേക്കാം, ചില കാര്യങ്ങളെ ശരിവെച്ചേക്കാം, ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചേക്കാം, ചില കാര്യങ്ങൾക്ക് നേരെ റിബൽ ആയേക്കാം. എന്തും ചെയ്യാം. ഇതുവരെ ഉണ്ടായിരുന്നതിനെ തകർക്കാം, പുതിയതായിട്ടൊന്ന് നിർമ്മിക്കാം. അവന്റെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് എതിരെ നീങ്ങാം, അവന്റെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി നീങ്ങാം. മറ്റൊരു ജീവിക്ക് സ്വാതന്ത്ര്യമില്ല. ഒരു ജീവിയും ഭൂമിയെ അപകടത്തിലാക്കിയിട്ടില്ല ഇന്ന് വരെ. മനുഷ്യൻ അപകടത്തിലാക്കിയിട്ടുണ്ട് പലതവണ. ഓസോൺ പാളിക്ക് വിള്ളല് വീണത് മുതൽ ഈ ഭൂമിയെ പലതവണ അപകടത്തിലാക്കാൻ സാധിച്ച ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്.
അപകടത്തിലാക്കാൻ സാധിച്ചാൽ അതിനർത്ഥം അയാൾക്ക് നേരെ അതിന്റെ മറുവശത്തും ഇതിനെ ഉയർത്താനും മനുഷ്യന് തന്നെ സാധിക്കും. ഇതാണ് അവന്റെ സ്വതന്ത്രത എന്നിവിടെ പറയുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. 3 തരത്തിലാണ് നമ്മുടെ ശക്തി. ഈ 3ലും നമുക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന്, ഇച്ഛാശക്തി. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു ഏർജ്. ഈ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്റേതായ കഴിവുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തള്ളലാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇച്ഛാശക്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇച്ഛാശക്തി നമുക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇച്ഛാശക്തി ശരിയായ രീതിയിൽ ഉപയോഗിക്കാം, തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതെ ഇരിക്കാം. മറ്റൊന്ന് ജ്ഞാനശക്തിയാണ്. എന്തൊക്കെ അറിവുകൾ കണ്ടെത്തണം, എന്തൊക്കെ അറിവുകൾ നിർമ്മിക്കണം, ഇതാണ് ജ്ഞാനശക്തി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുരുവിക്ക് അതിന്റെ കൂട് നിർമ്മിക്കാനുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വൈജ്ഞാനിക മേഖലകൾ എടുത്തു നോക്കൂ. എത്ര ആയിരം, എത്ര ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ്. 19ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഫിസിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ നിലച്ചു എന്ന് തന്നെ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ വിധി എഴുതിയതാണ്. ഫിസിക്സിന് ഇനി മുമ്പോട്ട് പോവുക സാധ്യമല്ല, ഇതിൽ പുതിയതായിട്ട് ഇനി ഒന്നും അറിയാനില്ല, ആറ്റം അടിസ്ഥാന കണം വരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഉള്ളത് എന്ന ഒരു ഡെഡ് ലോക്കിൽ നിൽക്കുമ്പോഴാണ് സബ് അറ്റോമിക് റെലം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ സ്റ്റംബിൾ ചെയ്തത്. അതായത് ആറ്റത്തെ വിഭജിച്ച് പോകാം എന്ന് കണ്ടെത്തി. അതോടുകൂടി പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു അനന്തമായ ഒരു രാശിയിലേക്ക് ഫിസിക്സ് തുറന്നു കൊടുക്കപ്പെട്ടു. അതെ, ഒരിക്കൽ അത് വളർച്ച നിലച്ചു എന്ന് നമ്മൾ കരുതിയ ഒരിടത്ത് നിന്ന് അനന്തമായ ഒരു മേഖലയിലേക്ക് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഇന്നും അത് ഇങ്ങനെ അനവരതം വികസിച്ചുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് ഈ പോക്കെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ദൈവഗണം, അല്ലെ, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ദൈവഗണം, അതും കഴിഞ്ഞിപ്പം അതിനേക്കാൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ശാസ്ത്രം. ഏതാണ്ട് 10 വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഈ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അത് അനന്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആറ്റത്തെ വിഭജിച്ച് അതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വൈജ്ഞാനിക മേഖലകൾ ഒരുപാടുണ്ട് മനുഷ്യന്റെ. അപ്പൊ അവന് അറിവ് നിർമ്മിക്കാം, അറിവ് നിർമ്മിക്കാതിരിക്കാം, അതല്ലെങ്കിൽ അറിവിനെ തെറ്റായി നിർമ്മിച്ചെടുക്കാം, തെറ്റായ ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചെടുക്കാം. ഇന്ന് നമ്മളുടെ എല്ലാ കണ്ടെത്തലുകളും തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് തുടങ്ങിയത്. ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ കാരണമാണ് ഈ 19ാം നൂറ്റാണ്ടിന് ശേഷം ഇത്രയും ഏറെ കുതിച്ചുചാട്ടം ഉണ്ടായി. ഇന്ന് നമുക്ക് എല്ലായിടത്തും വൈദ്യുതി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആണവ റിയാക്ടറുകൾ ഉള്ളത് കൊണ്ടാണ്. ആണവ ശക്തി കൊണ്ടാണ് ഇന്ന് ഭൂമിയിലെ പല മേഖലകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആണവ ശക്തി ആദ്യമായി കണ്ടെത്തിയത് എന്തിനാണ്? ശത്രു രാജ്യത്തെ നശിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെയും പിതാവെന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി നിർമ്മിച്ചെടുക്കപ്പെട്ട ചില സാങ്കേതിക വിദ്യകളാണ്. അതാണ്, ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രം ഇത്രയും വലിയ കുതിച്ചുചാട്ടം നടത്തിയത്. അപ്പൊ അറിവിനെ നമുക്ക് ശരിയായിട്ടും തെറ്റായിട്ടും ഉപയോഗിക്കാം, ഉപയോഗിക്കാതെയും ഇരിക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ശക്തി. മൂന്നാമത്തെ ശക്തി ക്രിയാശക്തിയാണ്. അറിവുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. ഇനി എന്താ വേണ്ടത്? പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അവിടെയും നമുക്ക് ഈ 3 ഓപ്ഷൻ ഉണ്ട്. ശരിയായിട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം, തെറ്റായിട്ടും ചെയ്യാം. അങ്ങനെ 3 കഴിവുകളുണ്ട്. അപ്പൊ ഇത് കഴ്സ് ആണോ ബ്ലസ് ആണോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഈ കിട്ടിയ അറിവ് അത് നമ്മുടെ ശാപമാണോ അതോ നമ്മുടെ അനുഗ്രഹമാണോ? ഇതാണ്. ഇപ്പോ ചിന്മയാനന്ദ സ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട്, ഗൈഡഡ് മിസൈൽ ഇൻ മിസ്ഗൈഡഡ് ഹാൻഡ്സ്. ഇതാണ് അദ്ദേഹത്തിന്റെ യൂസ്. ഗൈഡഡ് മിസൈൽ ഇൻ മിസ്ഗൈഡഡ് ഹാൻഡ്സ്. നമുക്ക് മിസൈലുകളെ നിയന്ത്രിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിന് നിയന്ത്രണം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? പിന്നെ മിസൈലുകളെ നമ്മൾ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിയന്ത്രണമില്ലാത്ത മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെ മിസൈലുകളെ നിയന്ത്രിക്കും? ഇതാണ് ആ ചോദ്യം. അതായത് നിയന്ത്രണമില്ലാത്ത മനസ്സുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു അറിവ് കൊണ്ട് നമ്മൾ ഈ ലോകത്തെ എങ്ങനെ രക്ഷിക്കും? ഈ ലോകത്തെ എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യും? ഇതൊരു 21ാം നൂറ്റാണ്ടിലും നമ്മൾ മുഴങ്ങിക്കേൾക്കേണ്ട ഒരു ചോദ്യമാണ്.
ഇത് രണ്ടുമാണ് ഈ ശ്ലോകത്തിന്റെ, ഈ സൂത്രത്തിന്റെ പ്രധാനപ്പെട്ട ചിന്താമൃതങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സൂത്രമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: താസാം അഭിവ്യക്ത്യർത്ഥം തു ജീവനെ ശ്രേഷ്ഠം ലക്ഷ്യം ആവശ്യകം. എന്താണ് പറയുന്നത്? ടു മാനിഫെസ്റ്റ് ദം, നമ്മുടെ അറിവുകളെ, നമ്മുടെ ഇച്ഛാശക്തിയെ, നമ്മുടെ ജ്ഞാനശക്തിയെ, നമ്മുടെ ക്രിയാശക്തിയെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതിനെ ആവിഷ്കരിക്കണമെങ്കിൽ, അഭിവ്യക്തമാകണമെങ്കിൽ, ഇപ്പോൾ അത് അഭിവ്യക്തമല്ല, അതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ശ്രേഷ്ഠം ലക്ഷ്യം ആവശ്യകം. ജീവനെ ശ്രേഷ്ഠം ലക്ഷ്യം ആവശ്യകം. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ കഴിവുകളെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം? ഇതാണ് ചോദ്യം. നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ? ഒന്നുകിൽ നമ്മൾ ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യം ഉണ്ടാകണം. അത് എടുത്തു പറയാണ്, ശ്രേഷ്ഠമായ ലക്ഷ്യം. എന്താണ് ശ്രേഷ്ഠമായ ലക്ഷ്യം? എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകണം, ഇതാണോ ശ്രേഷ്ഠമായ ലക്ഷ്യം? അങ്ങനെയല്ല. ശ്രേഷ്ഠമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിവുകളും കരുത്തുകളും കണ്ടെത്തി അതിന്റെ ഏറ്റവും മികച്ചതായി തീരുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ ലക്ഷ്യം, മറ്റൊന്നുമല്ല. ഒന്നുകിൽ ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കും. ഇപ്പൊ നിങ്ങളെ പ്രചോദിപ്പിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ ഒരു പ്രസംഗകനാണെങ്കിൽ, നന്നായിട്ട് പ്രസംഗിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ആരെ ആയിരിക്കണം ഒരു മാതൃകയായിട്ട് എടുക്കേണ്ടത്? ലോകത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പ്രാസംഗികരെ വേണം നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാതൃകയായിട്ട് അവിടെ കാണേണ്ടത്. അതല്ല, നമുക്ക് സയൻസ് ആണ് നമ്മുടെ ഇഷ്ട വിഷയമെങ്കിൽ നമ്മൾ ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആദർശമായിട്ട് അവിടെ വെക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം. ശ്രേഷ്ഠമായ ലക്ഷ്യം വെച്ച് നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ല മാർഗം. നമ്മളത് ചെയ്യുന്നില്ല. നമ്മുടെ കഴിവുകൾ അവിടെ തന്നെ ഇരിക്കുമോ? ഇരിക്കാൻ സാധ്യത കുറവാണ്. ധാരാളം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി, അയാൾ തന്റെ കഴിവുകളെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുന്നില്ല. എവിടേക്കോ അയാൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അയാൾ എത്തേണ്ടിടത്ത് എത്തുന്നില്ല എന്ന് പ്രപഞ്ചത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് രണ്ടാമത്തെ മാർഗം? ജീവിതം തന്നെ പ്രതിസന്ധിയിലാവും. പ്രതിസന്ധിയിൽ രണ്ടാമത്തെ ആ ഒരു ട്രിഗർ എന്ന് പറയുന്നത് പ്രതിസന്ധിയാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നാം തന്നെ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് നമ്മുടെ കഴിവ് പുറത്തു കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നു. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ജീവിതം ഒരു വലിയ പ്രതിസന്ധി മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വഴികളൊന്നും മുമ്പിൽ ഉണ്ടായെന്ന് വരില്ല. ഒറ്റ നോട്ടത്തിൽ വഴികൾ ഉണ്ടെങ്കിൽ പിന്നെ അത് പ്രതിസന്ധി അല്ല. ഒറ്റ നോട്ടത്തിൽ വഴികളില്ല എന്ന് തോന്നിക്കുന്നതാണ് ശരിയായ പ്രതിസന്ധി. അവിടെ നമ്മൾ വഴി വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോകണം, വഴി കണ്ടെത്തി മുമ്പോട്ട് പോകണം. അതാണ് പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, ജീവിതം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന താളം നഷ്ടമാകുമ്പോൾ, ഭാവിയെക്കുറിച്ചുണ്ടായിരുന്ന കണക്ക് കൂട്ടലുകൾ നൂറായിട്ട് നുള്ളിക്കീറി പറത്തിക്കളയുമ്പോൾ, ആര്? വിധി അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ജീവിതം. അത് പറത്തിക്കളയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ യഥാർത്ഥ കഴിവുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും അതിനെ തിരിച്ചറിയുന്നതും അതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഒരു സംശയം വേണ്ട. പ്രതിസന്ധികൾ നമ്മുടെ ഗുരുക്കന്മാരാണ്. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ വില കൊടുത്ത് പഠിക്കുകയാണ്. അതായത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ ലോകത്ത്. ഈ ലോകത്തെ ഏറ്റവും വിലപിടിച്ച ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് ജീവിതം. അവിടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾക്കൊപ്പം വയ്ക്കാൻ മറ്റൊന്നും തന്നെയില്ല. ഒരു പുസ്തകത്തിൽ നിന്നും നമുക്കത് കിട്ടില്ല. പക്ഷെ അവിടെ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ വേദനയാണ്. നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വേദനയാണ് നമ്മൾ അതിന് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഈ വേദനിച്ചാണ് ജീവിതം വഴിമുട്ടി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വഴി അടച്ചു വെച്ചിട്ടാണ്, നമ്മളെ ആധി പിടിപ്പിച്ചിട്ടാണ് അതിന് അപ്പുറത്തേക്ക് വളരാനുള്ള ആ തള്ളല് നമുക്ക് തരുന്നത്. അവിടെ അതായത് വീണു പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കാനുള്ള സമയമായി എന്നുള്ള അറിയിപ്പാണ്, മറ്റൊന്നുമല്ല.
നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ തളർന്നു വീഴാനോ പിന്തിരിഞ്ഞു പോകാനോ അല്ല. ഞാൻ എപ്പോഴും പറയും, പ്രപഞ്ചം നമ്മുടെ ശത്രുവല്ല. ഇവിടെ നമ്മുടെ ശത്രുവായിട്ട് ഒരു ഈശ്വരനും ഇല്ല, ഒരു പ്രപഞ്ചവും ഇല്ല, ഒരു ബോധവുമില്ല, ഒന്നുമില്ല. ഒരാൾക്കും നമ്മളോട് വ്യക്തി വൈരാഗ്യമില്ല, ഒരാൾക്കും നമ്മളോട് ശത്രുതയില്ല. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾക്ക് പ്രതിസന്ധി വരുന്നു? അത് പ്രതിസന്ധി അല്ല വാസ്തവത്തിൽ. നിങ്ങൾക്ക് കിട്ടാവുന്ന അവസാനത്തെ പുഷാണ്, അവസാനത്തെ തള്ളാണ്. രക്ഷപ്പെട്ടാൽ പെട്ടു. ആ തള്ള് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് കൃത്യമായി അതിനോട് പ്രതികരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സഫലം. അവിടെ വീണു പോകരുത്. ഇപ്പോ ജപ്പാനിൽ ഒരു പരീക്ഷണം നടന്നു. ജപ്പാനിലെ ഫിഷിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർ നടത്തിയ സ്റ്റഡീസിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. ആഴക്കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾക്കാണ് ഡിമാൻഡ്. അപ്പൊ ഇവര് ആധുനിക ബോട്ടുകളൊക്കെ ഉപയോഗിച്ച്, വലിയ കപ്പൽ പോലെയുള്ള ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് ആഴക്കടലിൽ പോയി മത്സ്യങ്ങൾ പിടിച്ച് കൊണ്ടുവരും. പക്ഷെ എന്താണ് പ്രശ്നം? ആഴക്കടലിൽ നിന്ന് തിരികെ എത്താൻ കുറേയേറെ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ഈ ഫിഷ് അതിന്റെ ഫ്രഷ്നെസ് നഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം വീണ്ടും അതിന്റെ ഡിമാൻഡിന് ഇടിവ്. ആളുകൾക്ക് ആഴക്കടലിലെ മത്സ്യം ഇഷ്ടമാണ്, പക്ഷെ അത് കൊണ്ടുവരുമ്പോഴേക്കും അത് പാകമല്ലാതായി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അവര് ഫ്രീസറുകൾ വെച്ച് അതിനെ സംസ്കരിച്ച് വെക്കാൻ തുടങ്ങി. ഐസ് ഉപയോഗിച്ച്, ഐസും മറ്റ് കെമിക്കൽസും ഉപയോഗിച്ച് സംസ്കരിച്ച് വെക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ആളുകൾ, ജപ്പാനിലെ മനുഷ്യർക്ക് മത്സ്യം ഒരു പ്രധാനപ്പെട്ടതായതുകൊണ്ടും പച്ചയ്ക്ക് തന്നെ മത്സ്യം കഴിക്കാൻ അവർക്ക് ഒരു രീതി ഉള്ളത് കൊണ്ടും ഒക്കെ മത്സ്യത്തിനുണ്ടാകുന്ന ചെറിയ സ്വാദ് വ്യത്യാസം പോലും അവർ തിരിച്ചറിയും. അപ്പോൾ സംസ്കരിച്ചെടുത്ത മത്സ്യത്തിന് സ്വാദ് കുറയുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡും കുറയുന്നു. ഇനി എന്തുണ്ട് മാർഗം? അവരൊരു വൻ പദ്ധതി തയ്യാറാക്കി. വലിയ ടാങ്കുകൾ സൃഷ്ടിച്ചു. അവര് ആ കപ്പലിന് സമാനമായിട്ടുള്ള ബോട്ടുകളിൽ വലിയ ടാങ്കുകൾ ഉണ്ടാക്കി ആ മത്സ്യത്തെ പിടിച്ച് ഈ ടാങ്കിനുള്ളിൽ ഇടാൻ തുടങ്ങി. ടാങ്കിലേക്ക് അവർ കുത്തി 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 നിറയ്ക്കാൻ തുടങ്ങി. അവിടെയും പ്രശ്നമുണ്ടായി. അത് ഏകദേശം അവർ സോൾവ് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷേ ഈ മത്സ്യങ്ങൾ നാട്ടിലെത്തുമ്പോഴേക്കും ഇവരുടെ സ്വാഭാവികത നഷ്ടമായിട്ടുണ്ടാകും. ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് തങ്ങൾ കടലിൽ നിന്നെടുത്ത് മാറ്റിയെന്നും തങ്ങളുടെ ജീവിതം വഴിമുട്ടിയെന്നും ഒക്കെ എങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവരുടെ ശരീരത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള സ്രവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിന്റെ സ്വാദ് വീണ്ടും കുറയുന്നു. ഇതിന്റെ തനിമ, ആ വന്യമായ ആ കടലാഴത്തിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ആ എന്തോ ഒന്നില്ലേ, അത് ഈ മത്സ്യങ്ങൾക്കില്ല. ആ കടലിന്റെ അൺഫോർഗിവിംഗ് ആയിട്ടുള്ള ആഴങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ ആ മത്സ്യത്തിനുണ്ടാകേണ്ട എന്തോ ഒന്ന് ഈ പിടിച്ചെടുത്ത് ടാങ്കിലിട്ട് ആഴ്ചകൾ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന മത്സ്യത്തിനുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇത് പരിഹരിക്കപ്പെട്ടു. എങ്ങനെയാണ്? ഒരു ഗംഭീരമായ ആശയം ഇവർ കണ്ടെത്തി. ഇവർ ആ ടാങ്ക് ഒന്നുകൂടി പരിഷ്കരിച്ചതിന് ശേഷം അതിനെ നേരിയ ഒരു നെറ്റ് കൊണ്ട് അതിനെ രണ്ടാക്കി വിഭജിച്ചിട്ട് ഒരു വശത്ത് പിടികൂടിയ മത്സ്യങ്ങളെ ഇട്ടു, മറുവശത്ത് ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന സ്രാവിനെ ഇട്ടു. അതോടുകൂടി കളി മാറി. എന്താ മാറാൻ കാരണം? മത്സ്യങ്ങൾ ഫുൾ ടൈം അലർട്ടായി. ഏത് നിമിഷവും ഈ സ്രാവ് നമ്മളെ പിടിക്കാം. സ്രാവിനും അറിയാൻ തൊട്ടപ്പുറത്ത് തന്റെ ഭക്ഷണങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് സ്രാവ് എപ്പോഴും ഒരു ഹണ്ടിങ് മോഡിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് നടുക്കൊരു തടസ്സമുള്ളത് കാരണം അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇപ്പുറത്തെ ആണെങ്കിൽ മത്സ്യങ്ങൾക്കറിയാം ഏത് നിമിഷവും തങ്ങൾ ഇരയാക്കപ്പെടാം. ഏത് നിമിഷവും ഇര പിടിക്കുന്ന ഒരു സ്രാവ് തങ്ങളെ ഭക്ഷിക്കും. അത് പ്രതീക്ഷിച്ച് അവർ തങ്ങളുടെ എല്ലാ കഴിവും പുറത്തെടുത്തു. രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന സകല കഴിവുകളും പുറത്തെടുത്ത് 24 മണിക്കൂറും അവർ ജാഗ്രതയോടുകൂടി ജീവിച്ചു. ആ മത്സ്യങ്ങൾക്കായിരുന്നു അത്ര ഏറ്റവും സ്വാദ്. ആ മത്സ്യങ്ങൾക്കായിരുന്നു മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വലിയ ഡിമാൻഡ്. പ്രകൃതിയിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിന് വേണ്ടത് നമ്മളുടെ ഏറ്റവും നല്ല സ്വാദുള്ള അവസ്ഥയാണ്, ഫ്രഷ് ആയിട്ടുള്ള അവസ്ഥയാണ്. നമുക്ക് വേണ്ട ആ ഫിഷിന് പോയത് എന്താണ്? ആ കടലാഴങ്ങളിലുള്ള അതിന്റെ യഥാർത്ഥ പോരാട്ട വീര്യമാണ് അതിന് ടാങ്കിനുള്ളിൽ ലഭിക്കാതെ പോയത്. പിന്നീട് അത് കിട്ടിയത് അതിന്റെ ശത്രു അവിടെ വന്നപ്പോഴാണ്.
അതുപോലെ തന്നെ മനുഷ്യർക്ക് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഭൂമിയിൽ അതിജീവിച്ചാണ് മനുഷ്യൻ വന്നത്. അല്ലാണ്ട് തളികയിൽ വെച്ച് നീട്ടിയതല്ല ഭൂമിയിലെ ഈ 1-ാം നമ്പർ ജീവിതം. ഇന്ന് ഭൂമിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് മനുഷ്യരാണ്. പക്ഷെ അത് തളികയിൽ വെച്ച് നീട്ടിയതല്ല, അവൻ പോരാടി നേടിയതാണ്. അല്ലെ? അവനേക്കാൾ ശക്തിയുള്ള, അവനേക്കാൾ കരുത്തരായ മൃഗങ്ങളോടും അവൻ നേരിട്ട വിപൽസന്ധികളോടും പ്രകൃതി ദുരന്തങ്ങളോടുമെല്ലാം മല്ലിട്ട് പോരാടി വംശനാശം സംഭവിക്കാമായിരുന്ന പല ഘട്ടങ്ങളിലും അങ്ങനെ അതിൽ പെടാതെ സൂക്ഷിച്ച് കരുത്തോടുകൂടി പോരാടി, ബുദ്ധി ഉപയോഗിച്ച് പോരാടി നേടിയതാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ ഇന്ന് നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ഇടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരായിരിക്കെ നാം ഒരിക്കലും പരാജയം സ്വീകരിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിട്ട്, ഇപ്പൊ അന്നത്തെ ഒരു സാങ്കല്പിക അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ കയ്യിൽ കല്ലോ വടിയോ മാത്രം വെച്ചിട്ടാണ് ഈ മൃഗങ്ങളെ എല്ലാം നേരിടേണ്ടത്. ഇന്ന് നമ്മുടെ കയ്യിൽ തോക്കുണ്ട്, പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? കുറച്ച് കല്ലും മണ്ണും വടിയും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഹിംസ്ര ജന്തുക്കളെ നമുക്ക് നേരിടേണ്ടത്. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, അല്ലെ? അനിശ്ചിതമായ ജീവിതം, പ്രത്യേകിച്ച് വീടോ ഒന്നുമില്ല, സംരക്ഷിക്കാൻ ഒന്നുമില്ലാത്ത തികച്ചും വന്യമായ ഒരു ജീവിതം, വന്യത നിറഞ്ഞൊരു ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ജയിച്ചു കയറി വന്നത്, അതിജീവിച്ചു വന്നത്. അങ്ങനെ വന്ന മനുഷ്യരിൽ നമ്മൾ ആ ജനിതകം നമ്മുടെ ഉള്ളിലുണ്ട്. എന്റെയും നിങ്ങളുടെയും ജനിതകം എടുത്ത് പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ പോരാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ പോരാട്ട വീര്യത്തിന്റെ കഥ പറയാനുണ്ടാകും ഈ ജനിതകത്തിന്. അവൻ പറയും, നിങ്ങൾ പരാജയപ്പെടരുത്. നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും ജീവിതത്തിന്റെ മുമ്പിൽ. ജീവിതം പരീക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വീട്ടിൽ സുഖമായി ജീവിച്ചു, കംഫർട്ട് സോണിൽ പോയി. പെട്ടെന്നൊരു ദിവസം നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് തകർത്തുകൊണ്ട് ജീവിതം പരീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ മുട്ടുമടക്കരുത്. എന്താണ് കാരണം? നമ്മൾ തിരിച്ചറിയാത്ത ചില ജനിതകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോരാടി നേടിയ ജനിതകം. നമ്മൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പോരാടി നമ്മുടെ ജനിതകത്തിലുണ്ടായ പരിണാമങ്ങൾ, ഒരു ധീരനെ സൃഷ്ടിച്ച പരിണാമങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആനയ്ക്ക് മുമ്പിലും മൃഗങ്ങൾക്ക് മുമ്പിലും സിംഹത്തിന് മുമ്പിലും കടുവയ്ക്ക് മുമ്പിലും ഒക്കെ ചങ്കുറപ്പോടുകൂടി നിന്ന ഒരു മനുഷ്യന്റെ ജനിതകം നമ്മുടെ ഉള്ളിലുണ്ട്. ആ മനുഷ്യൻ ഒരിക്കലും ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായിരുന്നില്ല. അയാൾ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം, ഈ രണ്ട് ഓപ്ഷൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ നിന്ന് അദ്ദേഹം ജീവിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായത്. ആ വംശ പരമ്പരയാണ് ഇന്ന് നമ്മളെല്ലാവരും. അല്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി സ്റ്റക്ക് ആവരുത്. 1000 കൊല്ലോ 2000 കൊല്ലം മുമ്പോ പോയി സ്റ്റക്ക് ആവരുത്. അതങ്ങ് അനന്തമായിട്ട് നീട്ടി നോക്കുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം കരുത്തരാണ്. പോകാവുന്നതിന്റെ പരമാവധി പുറകോട്ട് പോയി നോക്കൂ. അടരാടുന്ന ഒരു പോരാളി ആയിരിക്കും നിങ്ങളുടെ പിതാമഹൻ, ഒരു സംശയവും വേണ്ട. അത് എത്ര തന്നെ പുറകോട്ട് പോകണം, അത്ര പുറകോട്ട് പോവുക. എത്രത്തോളം പുറകോട്ട് പോകാൻ പറ്റുമോ ഭാവന കൊണ്ട് അത്രത്തോളം പുറകോട്ട് പോയി നോക്കുമ്പോൾ കാണാം നമ്മുടെയൊക്കെ പിതാമഹൻ കാട്ടിൽ പോരാടുന്നുണ്ടായിരുന്നു, പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടുന്നുണ്ടായിരുന്നു. ആ പോരാട്ടത്തിന്റെ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു സംശയം വേണ്ട. എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതിനകത്ത് എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് എങ്ങനെ പുറത്തു വരും? അത് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുന്നത് അനുകൂലമായ ജീവിത സാഹചര്യങ്ങളല്ല. സാമ്പത്തികമായ സുരക്ഷിതത്വം, സാമൂഹികമായ സുരക്ഷിതത്വം, ആരോഗ്യപരമായ സുരക്ഷിതത്വം, ഇതിലൊന്നും ആ ജീൻ പുറത്തു വരില്ല. അതിങ്ങനെ ഉറങ്ങിക്കിടക്കും. അവിടെ ആയിരിക്കും നമ്മുടെ നിധിയും കിടക്കുന്നത്. ഈ പോരാളിയുടെ കയ്യിലാണ്, ഈ പോരാടുന്ന ജീനിനാണ് നമ്മുടെ നിധിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ പോരാളിയെ ഉണരണം. അയാൾ ഉണർന്നാൽ മാത്രമായിരിക്കും നമുക്ക് അതിജീവനം സാധ്യമാകും. കാന്താര എന്നുള്ള സിനിമ പോലെ, കാന്താരയിലെ സിനിമയുടെ അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു വിസ്മയമാണ്. അവസാനത്തെ 10 മിനിറ്റ് അത് തിയേറ്ററിൽ കണ്ടവർക്കറിയാം ആ വിസ്മയം എന്താണ് അതിജീവനം, എന്താണ് തിരിച്ചുവരവ്, എന്താണ് തിരിച്ചു പിടിക്കൽ എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു വിസ്മയാവഹമായ ഒരു ക്ലൈമാക്സ് ആണ് ആ സിനിമയ്ക്കുള്ളത്. അപ്പോ തിരിച്ചു വരിക, തോൽവിയുടെ വര തൊട്ട് തിരിച്ചു വരിക, ജീവിതത്തിലേക്ക് പൊരുതി കയറുക. നമ്മുടെ എല്ലാ ഉള്ളിൽ ഈ ജീനുണ്ട്. ഈ ജീൻ ആക്ടിവേറ്റ് ആവണമെങ്കിൽ കൃത്യമായൊരു പ്രതിസന്ധി മുമ്പിൽ വരികയും വേണം, നമ്മൾ അവിടെ പതറാതെ നിൽക്കുകയും വേണം. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അവിടെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും തിരിച്ചറിയാത്ത, നമ്മൾക്ക് പോലും അത്ഭുതമാകുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരും. അവന് നമ്മുടെ രൂപമായിരിക്കും, നമ്മുടെ മുഖമായിരിക്കും, നമ്മുടെ ശബ്ദമായിരിക്കും. പക്ഷെ നമ്മൾ അവനെ നോക്കി അത്ഭുതം കൂറും. ഇതാരാണിത് എന്ന് നമ്മൾ അന്വേഷിക്കും, നമ്മൾ വിസ്മയം കൊള്ളും. അത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഏറ്റവും മികച്ച ദ ബെസ്റ്റ് വെർഷനാണ് ആ വന്നിരിക്കുന്നത്. എങ്ങനെ വന്നു? പ്രതിസന്ധി വന്നു. പ്രതിസന്ധിയിൽ നമ്മൾ തളരാതെ നിന്നു. നമ്മൾ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി. നമ്മൾ ജീവിതം നമ്മളോട് പ്രതിസന്ധി വെച്ച് നീട്ടിയപ്പോൾ നമ്മൾ അത് കൈനീട്ടി വാങ്ങുകയുണ്ടായി. അതാണ്. ഇപ്പൊ ഞാന് ഏറ്റവും മികച്ച അതിജീവനത്തിന്റെ ഒരുപാട് കഥകൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും അരുണിമ സിൻഹ എന്ന് പറയുന്ന നമ്മുടെ വോളിബോൾ താരം, ഇന്ത്യയുടെ വോളിബോൾ താരം 2011 അവർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ത്യയുടെ നാഷണൽ വോളിബോൾ പ്ലെയർ ആണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കവർച്ചാ സംഘം ഇവരെ വളയുകയും ഇവരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അരുണിമ സിൻഹ അവരോട് ഏറ്റുമുട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഈ കവർച്ചക്കാർ അരുണിമ സിൻഹയെ പുറത്തേക്ക് എറിയുകയുണ്ടായി. ദൗർഭാഗ്യവശാൽ അപ്പോൾ എതിർവശത്തുനിന്ന് മറ്റൊരു ട്രെയിൻ വരികയായിരുന്നു. ഈ ട്രെയിനിൽ പോയി ഇടിച്ച് ഇവർ ട്രാക്കിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവരുടെ ഒരു കാല്, ഇടത് കാല് മുട്ടിന് താഴെ വെച്ച് മുറിയുകയും മറ്റേ കാല് പലതായിട്ട് ഒടിയുകയും നട്ടെല്ലില് 3 ഒടിവ് സംഭവിക്കുകയും ചെയ്തു. ഇവർ എന്നിട്ട് ആ ട്രാക്കിൽ കിടന്നു. രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. നേരം പുലരുന്നത് വരെ ഇവർ ആ ട്രാക്കിൽ കിടന്നു. ദൈവാധീനം കൊണ്ട് ചോര വാർന്ന് മരിച്ചില്ല. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ. അവർ പറയുന്നുണ്ട്, എലികളൊക്കെ വന്നിട്ട് തന്റെ കാലിന്റെ അവശിഷ്ടങ്ങളെയൊക്കെ കടിച്ചു എന്ന് പറയുന്നുണ്ട് അവര്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. നട്ടെല്ല് ഡാമേജ് ആയി, കാല് രണ്ടും ഒടിഞ്ഞു, ഒരു കാലും മുറിഞ്ഞു പോയി. രാവിലെ അവിടുത്തെ ഗ്രാമീണരാണ് അരുണിമ സിൻഹയെ കാണുന്നതും ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും. ആശുപത്രിയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കണം, അടിയന്തരമായി രക്തം കയറ്റണം. അവിടുത്തെ ഡോക്ടർമാരാണ് രക്തം കൊടുക്കുന്നത്. അവിടുന്ന് മറ്റു രക്തമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഡോക്ടർമാർ രക്തം കൊടുത്തു. പിന്നെ എത്രയും പെട്ടെന്ന് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കാല് മുറിച്ചു മാറ്റണം, അമ്പ്യൂട്ടേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യും? അനസ്തേഷ്യ ഇല്ല അവിടെ. അനസ്തേഷ്യ ഇല്ലാതെയാണ് ആ കാല് മുറിച്ചു മാറ്റിയത്. ആലോചിച്ച് നോക്കൂ. അവർ കടന്നുപോയ യാതനകൾ. ഒരു രാത്രി മുഴുവൻ അവർ അനാഥമായി കിടക്കുകയാണ് ആ റെയിൽവേ ട്രാക്കിൽ. അനങ്ങാൻ നിവൃത്തിയില്ല. അങ്ങനെ കാല് മുറിച്ചു മാറ്റി. പിന്നീടാണ് സർക്കാർ ഇടപെടുകയും ഇന്ത്യയുടെ ദേശീയ താരമാണ് ഈ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും അവരെ ഡൽഹിയിലെ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 6 മാസമാണ് അവര് ആശുപത്രിയിൽ ചെലവഴിച്ചത്. അപ്പോഴത്തേക്ക് അവരുടെ കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയിരുന്നു. അവരുടെ മറ്റേ കാലിലൊക്കെ ഇരുമ്പ്, സ്റ്റീലിന്റെ ഒക്കെ റോഡുകൾ ഇട്ടിരുന്നു. അവരുടെ നട്ടെല്ലിൽ വെയിറ്റ് ഇട്ടിരുന്നു. അവർ 6 മാസം അനങ്ങാതെയാണ് കിടന്നത്. 3 ഒടിവുകളാണ് നട്ടെല്ലിനുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അവരൊരു ദർശനം ഉണ്ടാവുകയാണ് അവർക്ക് ഇനി ഒരിക്കലും വോളിബോൾ കളിക്കാൻ സാധിക്കുകയില്ല, ഫുട്ബോൾ കളിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യും? പർവ്വതാരോഹണം. അവരുടെ ഉള്ളിൽ പുതിയൊരു സ്വപ്നം വന്നു. ഒരു പോരാളി, അവരുടെ ജീൻ ആക്ടിവേറ്റ് ആയി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് കരഗതമായിട്ടുള്ള ആ പോരാടുന്ന മനുഷ്യനുണ്ട്, അവന്റെ ജീൻ ഇവരിൽ ആക്ടിവേറ്റ് ആയി. അവർ പറഞ്ഞു, എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? പർവ്വതാരോഹണം. എവറസ്റ്റ് കീഴടക്കണം. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ആംബ്യൂട്ടി ഞാനായിരിക്കണം എന്നവർക്ക് ഒരു ദൃഢനിശ്ചയം എടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അവർക്ക് അതിന് 50 ലക്ഷം രൂപയാണ് അന്നത്തെ ചിലവ്. ഇത് നടന്നത് 2011 അപകടം നടക്കുന്നത്. 2013 ഇവർ പർവ്വതാരോഹണത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഇവരെ സഹായിക്കുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ ഗ്രൂപ്പാണ് ഈ 50 ലക്ഷം രൂപ കൊടുക്കുന്നതും ഇവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുന്നതും. എന്നിട്ടോ ഇവർ എവറസ്റ്റ് കയറാൻ തുടങ്ങി. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ ഇവർ എത്താൻ വേണ്ടി ഇവര് എടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ശരിക്കും അവിടേക്കുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ്. നടന്ന് കയറാനാണെങ്കിൽ 10 മിനിറ്റ് മതി. പക്ഷെ ഇവർ നടന്ന് കയറിയത് 2 മണിക്കൂർ എടുത്തിട്ടാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഷെർപ്പ പറഞ്ഞു, ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനാണ് വന്നത്, നിങ്ങളെ
ചുമലിൽ ചുമന്നുകൊണ്ട് പോകാനല്ല ഞാൻ വന്നത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഏതായാലും തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി വന്നു. ഇവരുടെ കാല് ഈ കയറ്റം കയറുമ്പോഴൊക്കെ മുറിഞ്ഞ് പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇവർ തന്റെ മലകയറ്റം തുടർന്നു. മറ്റുള്ളവരുടെ സ്പീഡൊന്നുമില്ല, പക്ഷെ പതുക്കെ പതുക്കെ ഇവർ പിന്നോട്ട് പോകുന്നേ ഇല്ല. അസാധാരണമായ ഒരു മനക്കരുത്തോടു കൂടി ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, പോകുന്ന വഴിക്കൊക്കെ അവർ ഡെഡ് ബോഡീസ് കാണുന്നുണ്ട്. അത്രയും അപകടകരമായ ഒരു സ്ഥലത്തേക്ക് അവർ പ്രവേശിച്ചു. ഒരു നിശ്ചിത ഹൈറ്റിലാണ് സാധാരണ എല്ലാവരും ക്ലൈംബിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു വരും. കാര്യം അതിനപ്പുറത്തേക്ക് അത് വളരെ സ്റ്റീപ്പാണ്. അപ്പൊ ഈ ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തിയപ്പോൾ ഈ ഷെർപ്പ വിചാരിച്ചു ഇവർ തിരിച്ചിറങ്ങുന്നു. അവിടെ അവര് ഡെഡ് ബോഡീസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ നിശ്ചിത ഹൈറ്റിൽ നിന്ന് അവർ തിരിച്ചിറങ്ങാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഞാൻ ഇനിയും മുമ്പോട്ട് തന്നെ പോകും, ഞാൻ ഇനിയും ഉയരങ്ങളിലേക്ക് പോകും, എനിക്ക് ഇതിന്റെ ഏറ്റവും മുകളിൽ എത്തണം. ഇത് തന്നെയാണ്, അതിൽ കുറഞ്ഞ യാതൊരു ഒത്തുതീർപ്പുമില്ല, അതിൽ കുറഞ്ഞ എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല. തുടർന്ന് അവര് കയറുകയാണ്. കയറുന്നതിനിടയിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. ഒടുവിൽ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് അവിടേക്കുള്ള അവസാനത്തെ തടസ്സം. എവറസ്റ്റ് കീഴടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഏറ്റവും വലിയ തടസ്സമാണ് ഹിലാരി സ്റ്റെപ്പ്. ഹിലാരി സ്റ്റെപ്പ് അടുത്ത് വന്നപ്പോൾ ഷെർപ്പ പറഞ്ഞു, നിങ്ങളുടെ ഓക്സിജൻ തീരാറായി. കാര്യം അത്രയും ഉയരത്തിൽ ഓക്സിജൻ ഇല്ല. അപ്പൊ ആ ഷെർപ്പ പറഞ്ഞു, നിങ്ങളുടെ ഓക്സിജൻ കഴിയാറായി, അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു വരാം. ഇത് തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെന്റ് ആണ്, ഒരു സംശയം വേണ്ട. ലോകം നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു ആത്മവിശ്വാസവും ആത്മവീര്യവും അംഗീകരിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഒന്നും തെളിയിക്കാനില്ല, നിങ്ങൾ ഹിലാരി സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇത് മറികടന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത്. കാര്യം അത് അത്രയും വലിയൊരു ദൗത്യമാണ്. അത് മാത്രമല്ല, നമുക്ക് ഓക്സിജൻ ഇല്ല നമ്മുടെ കയ്യിൽ. അരുണിമ സിൻഹ പിന്മാറുകയില്ല. അവളുടെ പ്രാചീനമായ കരുത്ത് പുറത്തു വന്നു കഴിഞ്ഞു. അരുണിമ സിൻഹ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, ഓക്സിജൻ തീർന്ന് മരിച്ചു പോകുമായിരിക്കും, അതെനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ജീവിച്ചിരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു പരാജിതയായിട്ട്, ഒരു ഭീരുവായിട്ട് എനിക്ക് തിരിച്ചു ചെല്ലണ്ട. എനിക്ക് ജീവിച്ചിരിക്കുകയും വേണ്ട. മരിക്കുന്നെങ്കിൽ അത് ഇവിടെ ആയിക്കൊള്ളട്ടെ, ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അരുണിമ സിൻഹ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഒടുവിൽ ഹിലാരി സ്റ്റെപ്പും കടന്ന് അവർ ഏറ്റവും മുകൾ തട്ടിലെത്തി. അവിടെ അവർ അവരുടെ കൃതജ്ഞതാ നിർഭരമായ ഒരു നോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശ്വരനും പ്രപഞ്ചത്തിനും തന്നെ സഹായിച്ച ഓരോ മനുഷ്യരെ ഓർത്തെടുത്തുകൊണ്ട് അവർ ഒരു നോട്ട്, കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. കയറുന്നതിനേക്കാൾ വലിയ ടാസ്ക് ആയിരുന്നു തിരിച്ചിറങ്ങൽ. എന്താ കാര്യം? ഓക്സിജൻ ഇല്ല, അത് തന്നെ കാര്യം. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് താഴെ എത്താൻ വേണ്ടി പരമാവധി വേഗത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നതിനിടെ എന്ത് സംഭവിച്ചു? അനിവാര്യമായത് സംഭവിച്ചു. ഓക്സിജൻ കഴിഞ്ഞു. മരണം, വേറൊന്നുമില്ല. അങ്ങനെ അവര് പതുക്കെ മരണത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഷെർപ്പ ഒരു അത്ഭുതം കണ്ടു. എന്താണ് ആ അത്ഭുതം? അവിടെ ഒരു സിലിണ്ടർ ഇരിക്കുന്നു, ഒരു ഫുൾ ടാങ്ക് ഓക്സിജൻ സിലിണ്ടർ അവിടെ ഇരിക്കുന്നു. ഇതിനു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു പർവ്വതാരോഹകൻ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ കരുതിയിരുന്ന ആ സിലിണ്ടർ ഭാരം കാരണം അവിടെ ഉപേക്ഷിച്ച് പോയതാണ്. അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ഭാരം കാരണം. കാലാവസ്ഥ മോശമായപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിന് താൻ അധികമായി കരുതിയിരുന്ന ഓക്സിജൻ സിലിണ്ടർ ഒരു ഭാരമാകുമെന്ന് കരുതി അവിടെ നിക്ഷേപിച്ച് പോയതാണ് അദ്ദേഹം. അപ്പൊ ഷെർപ്പയുടെ കണ്ണിൽ അത് പെട്ടു. ഒരു മഹാത്ഭുതം സംഭവിച്ചു. ഷെർപ്പ ഓടിപ്പോയി അത് എടുക്കുകയും ഇവരുടെ സിലിണ്ടർ മാറ്റി, ഒഴിഞ്ഞ സിലിണ്ടർ മാറ്റി ഈ സിലിണ്ടർ ഘടിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി അരുണിമ സിൻഹ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ പിന്നീട് ഒരു പ്രതിസന്ധി ഉണ്ടായി. എന്തായിരുന്നു അത്? ഈ വേഗത്തിൽ ഇറങ്ങിയപ്പോൾ ആർട്ടിഫിഷ്യൽ ലിംബ് തെന്നിപ്പോയി, കാലിൽ നിന്ന് ഊരിപ്പോയി. എന്ത് ചെയ്യും? താഴോട്ട് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. ഇവർ ഒരു കയ്യിൽ തന്റെ കാല് കയ്യിൽ പിടിച്ചു, ഒരു കയ്യിൽ റോപ്പ് പിടിച്ചു, എന്നിട്ടാണ് അവർ താഴോട്ട് വരുന്നത്. എന്നിട്ട് താഴോട്ട് വന്ന കാലിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അത് വിങ്ങി വിങ്ങി ചോര വരുന്നുണ്ട്. എന്നിട്ട് അവർ കുറേ താഴെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇരുന്നു കൊണ്ട് അവർ ഈ കാല് വീണ്ടും തിരികെ ഘടിപ്പിക്കുകയാണ്. ചോര വരുന്നുണ്ട്, വേദനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ചുകൊണ്ട് അവർ ആ കാല് വീണ്ടും ഘടിപ്പിക്കുന്നു, വീണ്ടും ആ റോപ്പ് പിടിച്ച് താഴോട്ട് വരുന്നു.
അങ്ങനെ അവർ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നു. എടുത്ത ദിവസങ്ങൾ എത്രയാ? 52 ദിവസം. ഒന്നാലോചിച്ച് നോക്കൂ. അവർ ഏപ്രിൽ 1-നാണ് പോകുന്നത്. 2013 ഏപ്രിൽ 1-നാണ് അവർ ക്ലൈംബിംഗ് ആരംഭിക്കുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കും 52 ദിവസം പിന്നിട്ടിരുന്നു. 52 ദിവസവും അവർ ഈ മലയിലായിരുന്നു, ഈ മഞ്ഞ് മലയിലായിരുന്നു, ഈ ലോകത്തോട് യാതൊരു ബന്ധവും ഇല്ലാതെ. അവരുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നു, ഇത് മുകളിലെത്തുക. അങ്ങനെയാണ് പർവ്വതാരോഹണം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കോൾ ഓഫ് ദ വൈൽഡ് ആണ്. കാടിന്റെ വിളി എന്നൊക്കെ പറയുന്ന വന്യമായ വിളി, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വിളിയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്താൻ പറ്റില്ല, നമുക്ക് പുറകോട്ട് വരാൻ പറ്റില്ല. അതാണ് അവരുടെ ഒരു സ്പിരിറ്റ്. അതിനുവേണ്ടി ജനിച്ചവർക്കുള്ള കിട്ടുന്ന സ്പിരിറ്റ് അത്. അവരൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലാണ്. പിന്നീട് അവർ മടങ്ങില്ല. എഡ്മണ്ട് ഹിലാരി ഒരിക്കലും മടങ്ങിയിട്ടില്ല. അദ്ദേഹം ഇതിനു മുമ്പ് പലതവണ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് പുറകോട്ട് പോയില്ല. എവറസ്റ്റ് അവിടെ ഉള്ളിടത്തോളം കാലം, ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ഞാൻ മരിക്കുക, അല്ലെങ്കിൽ എവറസ്റ്റ് തന്നെ അവിടെ നിന്ന് ഇല്ലാതാവുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ഞാൻ ഈ പരിശ്രമം ഉപേക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അരുണിമയും. അങ്ങനെ അവർ വിജയകരമായി തന്റെ ദൗത്യം പൂർത്തിയാക്കി. ഇതൊക്കെ ഒന്നുകിൽ ഇവരുടെ കാര്യത്തിൽ, അരുണിമയുടെ കാര്യത്തിൽ ഇത് രണ്ടും സംഭവിച്ചു. എന്ത്? ഒരു പ്രതിസന്ധിയും വന്നു, അവർക്കൊരു ലക്ഷ്യവും അവർ വെച്ചു. പ്രതിസന്ധിക്ക് ശേഷം ലക്ഷ്യം വെക്കാം, അപ്പോഴും നമ്മുടെ കഴിവ് പുറത്തു വരും. എന്താണോ നിങ്ങളുടെ കഴിവ് അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നിട്ട് അവരുടെ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ആയിട്ട് ആരെയാ പറഞ്ഞതെന്നറിയാമോ? സ്വാമി വിവേകാനന്ദ. പിന്നെ ആർക്കാണെന്നറിയാമോ? ഭഗവാൻ ശിവൻ. 2 പേർക്കാണ് അവര് തന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് അരുണിമ പറഞ്ഞത്. ആരൊക്കെയാണ്? ഒന്ന് ഭഗവാൻ മഹാദേവൻ ശിവൻ, 2 സ്വാമി വിവേകാനന്ദ. ഈ 2 പേർക്കാണ് അവർ തന്റെ നന്ദി അർപ്പിച്ചത്, തന്റെ സമർപ്പണം അർപ്പിച്ചത്. ഞാനത് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞു. ശിവനെയും വിവേകാനന്ദ സ്വാമിക്കും ആ അരുണിമ എന്ന് പറയുന്ന ആ കുട്ടി അവർ നിഷ്കളങ്കമായി തന്റെ നന്ദി അർപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ഇതാണ് മനുഷ്യൻ. ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇങ്ങനെയാണ് അവൻ ജീവിതത്തെ അങ്ങനെ പരിരംഭണം ചെയ്യുന്നത്, എംബ്രേസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇവിടെ എല്ലാ കാലവും ഒന്നും ജീവിക്കാൻ പോകുന്നില്ല. നമ്മളുടെ അവർ ഡേയ്സ് ആർ നമ്പേർഡ്. വെറും ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ ആയുസിനെ കണക്ക് കൂട്ടേണ്ടത്. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? ഒരു കോംപ്രമൈസ്ഡ് ആയിട്ട് ജീവിക്കുന്നു, ഒരു ലൂസറായിട്ട് ജീവിക്കുന്നു, അതോ ഒരു പോരാളിയായിട്ട് ജീവിക്കുന്നു? നെഞ്ചു വിരിച്ച് നമ്മളുടെ മുമ്പിൽ ഉള്ള പ്രതിസന്ധികളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. അവിടെ എവിടെയാണ് തുറന്നു കിടക്കുന്ന വാതിൽ? നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. മുമ്പിൽ ഒരു വലിയ തടസ്സം വന്ന് നിൽക്കുമ്പോൾ എവിടെയാണ് അവിടെ ഒരു വിടവ്, എവിടെയാണ് ഒരു വാതിൽ ഉള്ളത്? അതിനടുത്തെത്തിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. അരികിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം എവിടെയൊക്കെയാണ് വാതിലുകൾ ഉള്ളത്, എവിടെയൊക്കെയാണ് ചവിട്ടുപടികൾ ഉള്ളത്, നമ്മളെ അതിന്റെ മറുപുറത്തേക്ക് ക്ഷണിക്കുന്നത് ഏതൊക്കെ പോയിന്റുകളാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് അപ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. താസാം അഭിവ്യക്ത്യർത്ഥം തു ജീവനേ ശ്രേഷ്ഠം ലക്ഷ്യം ആവശ്യകം. നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങൾ വേണം, പ്രതിസന്ധികൾ വേണം. ആ മത്സ്യങ്ങളെ പോലെ, രുചിയില്ലാത്ത മത്സ്യങ്ങളെ പ്രപഞ്ചത്തിന് വേണ്ട. രുചിയില്ലാത്ത മത്സ്യങ്ങളെ പോലെ ഉള്ള മനുഷ്യരെ പ്രപഞ്ചത്തിന് വേണ്ട. പ്രപഞ്ചത്തിന് വേണ്ടത് സർവദാ സജ്ജമായിരിക്കുന്ന, സന്നദ്ധമായിരിക്കുന്ന, പോരാട്ട വീര്യമുള്ള യഥാർത്ഥ മനുഷ്യരെയാണ് പ്രപഞ്ചത്തിന് വേണ്ടത്. അതിന് എപ്പോഴും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രതിസന്ധികളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കരുത്. പ്രതിസന്ധികൾ നമ്മളുടെ അവസരമാണ്. ആത്മീയമായ അവസരമാണ്, മാനസികമായ അവസരമാണ്, ഭൗതികമായ അവസരമാണ്. 3 തലത്തിലും നമ്മൾ അതിനെ സ്വീകരിക്കണം, നേരിടണം. സ്പിരിച്വലി ഇവോൾവ് ചെയ്യാൻ പറ്റും, മാനസികമായി ശക്തമാകാൻ പറ്റും, ഭൗതികമായി മുമ്പോട്ട് പോകാനും സാധിക്കും. നമ്മുടെ കരുത്ത് അത് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. നമുക്ക് ഏതാണോ നമ്മുടെ സ്ട്രെങ്ത് അത് നമുക്ക് കൊണ്ടുവന്നേ സാധിക്കും. ഇത് രണ്ടുമാണ് ഇന്നത്തെ ആശയം. ഇതിനെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിക്കുക. ജീവിതം നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഇത് ഓർമ്മയിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു.